പ്രതിരോധ സാങ്കേതിക മേഖലകളിലടക്കം സഹകരണം ശക്തമാക്കി 6 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും മലേഷ്യയും. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് നിർണായക പ്രഖ്യാപനം. തമിഴ് ഭാഷയോടുള്ള സ്നേഹവും ഇന്ത്യയെയും മലേഷ്യയെയും ബന്ധിപ്പിക്കുന്നുവെന്ന് പ്രസ്താവനയിൽ മോദി വ്യക്തമാക്കി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും പ്രശംസിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനൊടുവിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യൻ പ്രധാനമന്ത്രിക്കൊപ്പം നടത്തിയ സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന ചുവടുവയ്പായി. പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത നരേന്ദ്രമോദി സുരക്ഷാ മേഖലയിലടക്കം സഹകരണം മെച്ചപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചു. आज हमने क्षेत्रीय और वैश्विक मुद्दों पर भी सार्थक चर्चा की. वैश्विक अस्थिरता के इस माहौल में भारत और मलेशिया की बढ़ती मित्रता दोनों देशों के लिए अत्यंत महत्वपूर्ण है. 6 സുപ്രധാന കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഓഡിയോ വിഷ്വൽ കോ പ്രൊഡക്ഷൻ, ദുരന്ത നിവാരണ സഹകരണം, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലനം, സെമി കണ്ടക്ടർ മേഖലയിലെ സഹകരണം എന്നിവയാണ് പ്രധാനമായും കരാറുകൾ ഒപ്പുവെച്ചത്. പ്രതിരോധ സാങ്കേതിക ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ മേഖലകളിലടക്കം 11 മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി. Agreement on audio visual co-production, MOU on the cooperation in disaster management, MOU on cooperation in combating and preventing corruption, exchange of letters on the MOU on United Nations peacekeeping cooperation, exchange of notes on cooperation in the field of semiconductors, and the handover of the framework agreement on ഇന്നത്തെ ഓഡിയോ വിഷ്വൽ കരാറോടെ സിനിമയും സംഗീതവും ഇരു രാജ്യങ്ങളിലെയും ഹൃദയങ്ങളെ കൂടുതൽ അടുപ്പിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുമായി നിലവിലുള്ള സഹകരണത്തെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കൂടുതൽ അവസരങ്ങളും തുറക്കുന്നത് മലേഷ്യയ്ക്ക് ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു. We'll continue to deepen collaboration in all fields: trade and investment, semiconductor, digital economy, trade in local currency, connectivity, energy, agriculture, food security, defense, healthcare, tourism, culture and people to people. 2024 ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ധാരണയായ തന്ത്രപരമായ പങ്കാളിത്തത്തിന് ശേഷം ആദ്യമായി മലേഷ്യയിലെത്തിയ മോദിക്ക് മികച്ച വരവേൽപ്പാണ് ലഭിച്ചത്. 2026 മോദിയുടെ ആദ്യ വിദേശ സന്ദർശനം കൂടിയാണിത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.